ദൈവനാമോത്തപ്പെടട്ടെ. എത്ര പേര് ഇന്ന് പകലിൽ ക്രിസ്തുവേശുവിൽ സന്തോഷമായിരിക്കുന്നു? എല്ലാവരും ക്രിസ്തുവേശുവിൽ സുഖവും ശുഭവുമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് 2 ദിനവൃത്താന്തം 1:10 ഇങ്ങനെ വായിക്കുന്നു. ആകയാൽ ഈ ജനത്തിന് നായകനായിരിക്കേണ്ടതിന് എനിക്ക് ജ്ഞാനവും വിവേകവും തരണമേ. അല്ലാതെ നിന്റെ ഈ വലിയ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ ആർക്ക് കഴിയും? സോളമൻ രാജാവ് ദൈവത്തോട് ചോദിക്കുന്നത് എന്താ? ജ്ഞാനമാ ചോദിക്കുന്നത്. അല്ലാതെ വലിയ ഫെയിം വേണമെന്നോ ദീർഘായുസ് വേണമെന്നോ ഒന്നുമല്ല ചോദിക്കുന്നത്. ജ്ഞാനം വേണം. ദൈവിക ജ്ഞാനവും വിവേകവും വേണം. ദൈവിക ജ്ഞാനവും വിവേകവും ഇല്ലാതെ ഈ ജനത്തെ നടത്തുവാൻ കഴിയത്തില്ലെന്നാണ് സോളമൻ പറയുന്നത്. എന്നെ കേൾക്കുന്ന ദൈവ സോളമന് എന്തൊക്കെ ലഭിച്ചു? കർത്താവിന്റെ വചനം പറയുന്നു, അതിന്റെ 12ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ജ്ഞാനവും വിവേകവും നിനക്ക് നൽകിയിരിക്കുന്നു. അതല്ലാതെ നിനക്ക് മുമ്പുള്ള രാജാക്കന്മാരിൽ ആർക്കും ലഭിച്ചില്ലാത്തതും നിന്റെ ശേഷം ആർക്കും ലഭിക്കാത്തതുമായ ധനവും സമ്പത്തും മാനവും ഞാൻ നിനക്ക് തരും എന്ന് അരുളി ചെയ്തു. അതെ, ധനവും മാനവും സമ്പത്തും നൽകി തരുമെന്ന് ദൈവം ഉറപ്പ് കൊടുക്കുക. അതുപോലെ സോളമനെ ദൈവം അനുഗ്രഹിക്കുകയും ചെയ്തു. ഇന്ന് പകലിൽ വിലാപത്തോടെ ഇരുന്ന് ഏതെങ്കിലും മാതാപിതാക്കള് എന്നെ കേൾക്കുന്നുണ്ടോ? തലമുറകളെ ഓർത്ത് ഭാരപ്പെട്ട്, അതെ, അവരുടെ പഠന മേഖലകളിൽ അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ, അവർക്ക് അവരുടെ പഠന മേഖലകളിൽ ഫോക്കസ് ചെയ്യാൻ പറ്റാതെ, പഠന മേഖലകളിൽ പിന്നോട്ട് ആയിരിക്കുന്ന തലമുറകളെ ഓർത്ത് കരച്ചിലോടെ ഭാരത്തോടെ ഇരുന്ന് ഇന്ന് പകലിൽ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? മാതാപിതാക്കൾ എന്നെ കേൾക്കുന്നുണ്ടോ? പരിശുദ്ധാത്മാവ് നിങ്ങളോട് ദൂതറിയിക്കുന്നു. അതെ, സകല ജ്ഞാനത്തിൻ്റെയും ഉറവിടമായ സ്വർഗത്തിലെ ദൈവം തൻ്റെ ജ്ഞാനത്താൽ, പരിജ്ഞാനത്താൽ, വിവേകത്താൽ നിങ്ങളുടെ തലമുറകളെ ഇന്ന് പകലിൽ നിറയ്ക്കുവാൻ പോവുകയാണ്. ഓട്ടിസ്റ്റിക് ആയിരിക്കുന്ന തലമുറകളെ ഓർത്ത് ഭാരപ്പെടുന്നവരുണ്ട്. ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്ന മാതാപിതാക്കൾ എന്നെ കേൾക്കുന്നുണ്ടോ? പരിശുദ്ധാത്മാവ് ദൂതറിയിക്കുന്നു, ഒന്നിനാലും നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങളുടെ കരച്ചിൽ നിർത്തിയാട്ടെ. സ്വർഗത്തിൽ അപ്പന്റെ മുഖത്തേക്ക് നോക്കിയാട്ടെ. അവൻ നിങ്ങളുടെ വിലാപത്തെ നൃത്തമാക്കി തീർക്കുവാൻ പോകുന്നു. നിങ്ങളുടെ കണ്ണുനീരിനെ അവൻ ഒപ്പിയെടുക്കുവാൻ പോകുന്നു. സ്വർഗത്തിലെ ദൈവത്തിന്റെ സാന്നിധ്യത്താൽ ഇന്ന് പകലിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്വർഗം നിറയ്ക്കുവാൻ പോകുന്നു. അവരെ ദൈവം തൻ്റെ ജ്ഞാനത്താൽ, പരിജ്ഞാനത്താൽ, വിവേകത്താൽ നിറയ്ക്കുവാൻ പോകുന്നു. വിശ്വസിച്ചാട്ടെ. വിശ്വസിക്കുമെങ്കിൽ ഇന്ന് പകലിൽ നിങ്ങളൊരു അത്ഭുതം കാണുവാൻ പോകുക. ആമേൻ. കുഞ്ഞുങ്ങളെ കേട്ടാട്ടെ. നിങ്ങളുടെ പഠന മേഖലകളിൽ നിങ്ങൾക്ക് ഉന്നത നിലവാരം പുലർത്തുവാൻ സാധിക്കാതിരിക്കുന്നത് സ്വർഗത്തിലെ ദൈവം ഇന്ന് പകലിൽ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുക, കേട്ടുകൊണ്ടിരിക്കുക. നിങ്ങളിന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങൾ, പഠിക്കുവാൻ നിങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾക്ക് ഓർമ്മയിൽ നിൽക്കാതെ, അല്ലെങ്കിൽ നിങ്ങളുടെ പഠനത്തിൽ നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടും ആ ഒരു ഉയർച്ച ലഭിക്കാതെ ഇരിക്കുന്ന ഏതെങ്കിലും കുഞ്ഞുങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ? ആമേൻ, സ്തോത്രം. വിശ്വസിച്ചാട്ടെ. പരിശുദ്ധാത്മാവ് തൻ്റെ ജ്ഞാനത്താൽ, വിവേകത്താൽ നിങ്ങളെ നിറയ്ക്കുവാൻ പോവുകയാണ്. അവൻ നല്ല വൈദ്യന്. നിങ്ങളുടെ ഏത് വിഷയമായിരുന്നാലും സ്വർഗത്തിലെ ദൈവം അത് പരിഹരിക്കും. നിങ്ങളുടെ പഠന മേഖലയിൽ നിങ്ങൾ ഉന്നത നിലവാരം പുലർത്തുവാൻ പോവുകയാണ്. നിങ്ങൾ ഇനി ആ പരീക്ഷയിൽ തോക്കത്തില്ല. നിങ്ങൾ ആ പരീക്ഷയിൽ ജയിക്കുവാൻ പോവുകയാണ്. നിങ്ങൾക്ക് കഠിനമേറിയ സബ്ജക്റ്റ് ആയിരുന്നാൽ പോലും സ്വർഗത്തിലെ ദൈവം നിങ്ങളോട് കൂടെ ഇരുന്ന് ആ എക്സാമിന് മേൽ സ്വർഗത്തിലെ ദൈവം വിജയത്തെ കൽപ്പിച്ചാക്കുമെന്നേ. നിങ്ങൾ ഉന്നത വിജയം കൈവരിക്കുവാൻ പോകുക. വിശ്വസിച്ച് ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തു തുടങ്ങിയാട്ടെ. മാതാപിതാക്കളെ കേട്ടാട്ടെ. നിങ്ങളുടെ മേൽ സ്വർഗത്തിലെ ദൈവം ഒരു അധികാരത്തെ തന്നിട്ടുണ്ട്. നിങ്ങളുടെ തലമുറകളുടെ മേൽ മറ്റാർക്കുമല്ല അധികാരം കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അധികാരം ദൈവം തന്നിട്ടുള്ളത്. നിങ്ങൾ എന്ത് ആത്മാവിൽ പ്രാർത്ഥിച്ച് അവരുടെ മേൽ പ്രവചിക്കുന്നുവോ അത് അതുപോലെ തന്നെ സ്വർഗത്തിലെ ദൈവം അത് കേട്ട് നിർവഹിക്കും. വിശ്വസിച്ചാട്ടെ. പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കുക. ഫെയ്ത്തിന്റെ ചില ആക്ഷനുകൾ മാതാപിതാക്കൾ എടുത്താട്ടെ. അവരുടെ ശിരസിന്മേൽ നിങ്ങളുടെ കരമൊന്ന് വെച്ചാട്ടെ. അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചാട്ടെ. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊന്ന് പ്രവചിച്ചാട്ടെ. അവർ പഠനത്തിൽ ഉന്നത നിലവാരം പുലർത്തുവാൻ പോവുക. അവരുടെ ബുദ്ധിമണ്ഡലം മാറുവാൻ പോവുക. അവരുടെ ബുദ്ധിമണ്ഡലത്തിന്റെ അതിരിനെ സ്വർഗത്തിലെ ദൈവം വിശാലമാക്കുവാൻ പോവുക. അവർക്ക് നല്ല ഓർമ്മശക്തി ലഭിക്കുവാൻ പോവുക. വിശ്വസിച്ചാട്ടെ. ഓട്ടിസ്റ്റിക് ആയിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾ എന്നെ കേട്ടാട്ടെ. അവരുടെ മേൽ നിങ്ങളുടെ കരമൊന്ന് വെച്ച് പ്രാർത്ഥിച്ചാട്ടെ. അവരുടെ ബുദ്ധിയെ പരിശുദ്ധാത്മാവരെ തൊടുവാൻ പോകുക, സൗഖ്യമാക്കുവാൻ പോകുക. മെഡിക്കൽ സയൻസ് നോ എന്ന് പറയുന്നിടത്ത് സ്വർഗത്തിലെ ദൈവം ആ നോയെ മാറ്റി യെസ് എന്നാക്കുവാൻ പോകുക. അതെ,
അവരെ കൊണ്ട് സാധിക്കാത്തത്, മെഡിക്കൽ സയൻസിനെ കൊണ്ട് സാധിക്കാത്തത്, ഡോക്ടേഴ്സിനെ കൊണ്ട് സാധിക്കാത്തത് ദൈവത്തിനെ കൊണ്ട് സാധിക്കും. വിശ്വസിച്ചാട്ടെ. ലോകത്തിൽ ഒരു മനുഷ്യനെ കൊണ്ട് ജീവിക്കാത്തത് നമ്മൾ ജീവിക്കുന്ന ദൈവമായ യേശുവിനെ കൊണ്ട് സാധിക്കുമെന്ന് വിശ്വസിച്ചാട്ടെ. ഫെയ്ത്ത് ഓപ്പറേറ്റ് ചെയ്താട്ടെ. യേശുവിനെ കൊണ്ട് മാത്രമേ അത് സാധിക്കത്തുള്ളൂ. വേറെ ആരാലും സാധിക്കാത്തത് യേശുവിന്റെ കരത്തിലേക്ക് കൊണ്ടുവന്നാൽ, ബാക്കി ആര് നോ എന്ന് പറഞ്ഞാലും, ലോകത്തിലുള്ള മറ്റുള്ള എല്ലാ സംഗതികളും നോ എന്ന് പറഞ്ഞാലും യേശു നോ എന്ന് പറയത്തില്ല കേട്ടോ. യേശുവിന്റെ കരത്തിലാണ് വിടുതൽ. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ വചനം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ മാതാപിതാക്കളെയും എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവേ, അവരുടെ ബുദ്ധിമണ്ഡലത്തെ സ്വർഗത്തിന്റെ ദൈവം ഇന്ന് ഈ പകലിൽ തുറന്നതിനായിട്ട് നന്ദി. അങ്ങയുടെ ജ്ഞാനത്തിൽ, പരിജ്ഞാനത്തിൽ, വിവേകത്തിൽ അവരെ നിറച്ചതിനായിട്ട് നന്ദി. ഓട്ടിസ്റ്റിക് ആയിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗം ഇന്ന് ഈ പ്രഭാതത്തിൽ അവരെ തൊട്ട് സൗഖ്യമാക്കിയതിനായിട്ട് നന്ദി. അപ്പ വിടുതലിന്റെ കരം വെളിപ്പെട്ടതിനായിട്ട് നന്ദി. സ്വർഗം തുറന്ന് പ്രാർത്ഥനയിട്ട് നന്ദി. സകലമാനും ഒന്നും കർത്താവ് നീ ആ ജീവൻ തന്നെ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഈ വചനങ്ങളാൽ ഏവരെയും ദൈവം സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കും.